വാർത്തകളിലേക്ക് വിശദമായി. ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ നിയമ നടപടിക്ക് ഇ.പി. ജയരാജൻ. ആരോപണം പിൻവലിച്ച് മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് ശോഭാ സുരേന്ദ്രനും കെ സുധാകരനും ദല്ലാൽ നന്ദകുമാറിനും വക്കീൽ നോട്ടീസ് അയച്ചു. വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് അമൽനാഥ് ചേരുന്നു. അമൽ, പാർട്ടിക്കകത്തു നിന്നും വളരെ ശക്തമായ സമ്മർദ്ദമുണ്ടായിരുന്നു. നിയമ നടപടി സ്വീകരിക്കണമെന്ന് ഇ.പിക്ക് CPM നിർദ്ദേശവും നൽകിയിരുന്നു. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിന്റെ തുടർ നടപടികൾ? ലിബീഷ്, തിരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലേ ദിവസമാണ് ഇ.പി. ജയരാജനെതിരെ കെ സുധാകരൻ ഇത്തരത്തിലൊരു പ്രചരണവുമായി അല്ലെങ്കിൽ ഒരു ആരോപണവുമായി രംഗത്ത് വരുന്നത്. ഇ.പി. ജയരാജൻ BJP-യിലേക്ക് പോകുവാനുള്ള എല്ലാ നീക്കങ്ങളും നടത്തി BJP-യുടെ മുതിർന്ന നേതാക്കളുമായി അടക്കം ചർച്ച നടത്തിയെന്നായിരുന്നു കെ സുധാകരൻ ആരോപണം ഉയർത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ളവർ ഈ ആരോപണം അതേപോലെ തന്നെ പറയുന്ന കാഴ്ചയും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ ആദ്യഘട്ടം മുതൽ തന്നെ ഇ.പി. ജയരാജൻ ഇതിനെതിരെ രംഗത്ത് വന്നിരുന്നു. ഇത്തരത്തിലുള്ള ഒരു പ്രചരണം മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ തനിക്ക് നിയമ നടപടിയിലേക്ക് കടക്കേണ്ടി വരുമെന്നും ഇ.പി. ജയരാജൻ പറഞ്ഞിരുന്നു. നിലവിൽ ഇപ്പോൾ ഈ ഒരു ആരോപണത്തിനെതിരെ ഇ.പി. ജയരാജൻ നിയമ നടപടിയുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ, KPCC പ്രസിഡന്റും കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയായ കെ സുധാകരൻ, ദല്ലാൽ നന്ദകുമാർ എന്നിവർക്കെതിരെയാണ് നിലവിൽ ഇപ്പോൾ ഇ.പി. ജയരാജൻ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. തനിക്കെതിരെ നടന്ന ഈ ആരോപണങ്ങൾ പിൻവലിച്ച് മാധ്യമങ്ങളിലൂടെ മാപ്പ് പറയണമെന്നാണ് ഈ വക്കീൽ നോട്ടീസിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ മാപ്പ് പറഞ്ഞില്ലെങ്കിൽ സിവിൽ ക്രിമിനൽ ചട്ടങ്ങൾ പ്രകാരം കേസെടുക്കുമെന്നും ഒപ്പം 2 കോടി രൂപ നഷ്ടപരിഹാരമായി വേണമെന്നും ഇ.പി. ജയരാജൻ ആവശ്യപ്പെടുന്നുണ്ട്. വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ് തനിക്കെതിരെ പ്രചരിപ്പിച്ചിരിക്കുന്നത്. ചാനൽ വഴിയും ചാനലിലെ അഭിമുഖവും മറ്റ് പ്രതികരണങ്ങൾ വഴിയും ഒരു ബന്ധവുമില്ലാതെ, അതായത് താനുമായ ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളാണ് തനിക്കെതിരെ പ്രചരിപ്പിച്ചിരിക്കുന്നത്. തന്നെ വ്യക്തിപരമായും ഒപ്പം തന്നെ പാർട്ടിയെ അധിക്ഷേപിക്കുവാനുള്ള കാര്യങ്ങളാണ് ഇവിടെ നടന്നിരിക്കുന്നതെന്നും ഇ.പി. ജയരാജൻ പ്രതികരിക്കുകയും അടക്കം ചെയ്തിട്ടുണ്ട്. അതേസമയം തന്നെ ഇത്തരത്തിലുള്ള കാര്യം നടന്നു, അതായത് BJP നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നു എന്ന് സൂചിപ്പിക്കുന്നു. അത് 1 വർഷം മുന്നെയാണ് ഇത്തരത്തിലുള്ള കാര്യം നടന്നു എന്ന് കെ സുധാകരൻ പറയുന്നത്. എന്നാൽ നിലവിൽ അത് ഇപ്പോൾ ഒരു ആരോപണമായി ഉന്നയിച്ചത് 1 വർഷത്തിന് ശേഷം തിരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലേ ദിവസമാണ്. എന്തുകൊണ്ടാണ് ഇത്രയും വൈകിയത് എന്ന കാര്യമടക്കം ഇ.പി. ജയരാജൻ ചോദിക്കുന്നുണ്ട്. എന്ത് തന്നെയായാലും ഈ ആരോപണവുമായി ബന്ധപ്പെട്ട് ശോഭാ സുരേന്ദ്രൻ, ഒപ്പം തന്നെ കെ സുധാകരൻ, ദല്ലാൽ നന്ദകുമാർ എന്നിവർക്ക് ഇ.പി. ജയരാജന്റെ വക്കീൽ M. രാജഗോപാലൻ നായർ വഴി വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. ലിബീഷ്. ശരി അമൽ പ്രകാശ്, ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ചയിൽ ആരോപണങ്ങളുമായി രംഗത്തെത്തിയ കെ സുധാകരൻ, ശോഭാ സുരേന്ദ്രൻ ഒപ്പം ദല്ലാൽ നന്ദകുമാർ എന്നിവർക്ക് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ് LDF കൺവീനർ ഇ.പി. ജയരാജൻ. വിവരങ്ങളാണ് കണ്ണൂരിൽ നിന്നും അമൽനാഥ് നൽകിയത്.